ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. നബിദിനാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടി ഇന്ന് നൈറ്റ് എവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും പോകാത്തൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് കോഴിക്കോട് വിട്ടാലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്നാൽ ഹൈലൈറ്റ് മാളിൽ രണ്ടാളും പോയിട്ടില്ല, അപ്പം എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ നിന്ന് തിരക്കുണ്ടാവില്ല നബിദിനായിട്ട് തിരക്കുണ്ടാവില്ല. ഉണ്ടാവില്ല. ഞാൻ പറയണ ഓണായിട്ട് ഇവിടെ തിരക്കുണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട്? കുറെ ആൾക്കാർ അതിലേ വരുന്നു, കുറെ ആൾക്കാർ ഇതിലേ പോകുന്നു. ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഏതാണത്? ഇതിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പാർട്ട്മെന്റിന്റെ അടക്കമുള്ള വഴി കൂടെ എത്ര നേരം പോയാർന്ന്. ഇനി ഇവിടെ എടുക്കണ ഈ റോഡ്, ഈ വഴി കൂടെയാണ് നമ്മൾ ശരിക്കും പോകേണ്ടത്. ഞാൻ പിന്നെ ആദ്യമായിട്ട് വരുന്നു വിചാരിക്കാം. പക്ക പോലീസുകാരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോലീസുകാരിലേക്കൂടെ വരുന്നുണ്ട്. പറഞ്ഞത് തീരെ തിരക്കില്ലാന്നോ. ഇവിടെ ബൈക്ക് തന്നെ വെക്കാൻ ഇവിടെ സ്ഥലമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ചു നേരം നമ്മ പോസ്റ്റാണ്. ഇതെന്തോ മെഷീനൊന്നും വർക്ക് ചെയ്യുന്നില്ല അത്ര. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം അവിടെ നിന്നത്. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നൈറ്റ് നമ്മൾ എവിടേക്കാണ് വെച്ച് വന്നിരിക്കുന്നത്? കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വന്നിട്ടുണ്ടാ. ഞാൻ ഇതിന്റെ പരിപാടി ഒന്നും കാണാൻ പോയില്ല. അപ്പൊ ഞങ്ങൾ നേരെ ഇന്നൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നൈറ്റ് ഞങ്ങൾ നേരെ ഇവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ പ്രീമിയം പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെയെന്ന് അറിയില്ല. അവിടെ എഴുതിച്ചോ പ്രീമിയം പാർക്കിംഗ്. പ്രീമിയം വണ്ടിയാണെന്ന് കാണില്ല. നെസ്റ്റോക്ക് ആണല്ലേ ഫസ്റ്റ് എൻട്രി. നേരെ പാർക്കിംഗിൽ നിന്ന് നെസ്റ്റോന്റെ തീക്കട്ടോ എൻട്രി വരുന്നുള്ളത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ലാസ്റ്റ് പോവാ. നമുക്ക് ആദ്യം ഒന്ന് മേലെ പോയി തരാം. മസാജിന്റെ കേട്ടോ. എത്രയാണാവോ? വെൽക്കം ബോണസ് 250. കുട്ടികൾക്ക് വേണ്ട ഗെയിമിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നത് നൈറ്റ് കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോയതല്ലേ, അപ്പം നമ്മൾ എന്താണ് സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് കറങ്ങി അങ്ങോട്ട് പോന്നു. ഗെയിമിൻ്റെ ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് കണ്ടത് സ്നോ ഫാൻറ്റസി. എല്ലാവരും നമ്മൾ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നതാണ് നമുക്ക് സ്നോയിൽ കളിക്കണം, സ്നോയിൽ പോകണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇച്ചനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. പക്ഷെ ഞാനാണ് ഇച്ചനോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാത്ത തന്നെ. അപ്പം ഇന്ന് ചെന്നപ്പോഴാണ് ഇപ്പോൾ ഇത് കണ്ടത് കേട്ടോ. ഉള്ളിലൊന്നും കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് പോകുന്നു എന്നുള്ളൂ കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാലോ.
പിന്നെ ഓണത്തിൻ്റെ മാവേലിയും അതുപോലെ തന്നെ പൂക്കളും അതൊക്കെ അവിടെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റിൻ്റെ 10 years സെലിബ്രേഷനാണ് ആ പൂക്കളത്തിലൊക്കെ എഴുതിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഷോപ്പുകൾ കണ്ടു കേട്ടോ. ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ. കാലിക്കറ്റ് ബില്ലിയാർഡ്സ് അക്കാദമി വല്ലതും അറിയിച്ചു ഞങ്ങൾക്ക്. അത് ബോള്, അത് കോല്, ആ കുണ്ടിൽ കൊണ്ടുവരണം. എന്താ ഈ കളിന്റെ പേരെന്താ? അവിടെ എഴുതിയിട്ടില്ല. എല്ലാരും കളിയാക്കി ചിരിക്കണ്. ഡാൻസ് വെച്ചു അവിടെയൊക്കെ ആൾക്കാര് ഉച്ചത്തോടെ ഉണ്ട്. അവര് മറ്റേ സൗണ്ട് ഉണ്ടാക്കി. നമ്മളിങ്ങനെ പുച്ഛത്തോടെ ആ സൗണ്ട് ഉണ്ടാക്കി. ഈ വിഷയല്ല ഇല്ല, കാരണം ഉളുപ്പില്ലല്ലോ. അപ്പൊ അപ്പുറത്ത് ഫിഷ് സ്പാ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൊന്നും ട്രൈ ചെയ്തില്ല. ഇതാണ് സംഭവം. നമുക്ക് ഇതിൽ നോക്കി നോക്കാം. It's time to step into the ring and show the world you're a fighter. Show them who you are. പേടിയുണ്ടോ? Your opponents are out there right now training to beat you. They want to take what's yours. And that bell rings, it all comes down to who trained hard. Once again, it's time to step into the ring and show the world you're a fighter. Show them who you are. എന്താ ആടുന്നുണ്ടോ? ഒരു കുട്ടിയോടെ കാണാൻ വന്നിട്ടുണ്ട് ടൈറ്റാടെ. എന്താ സംഭവം എന്നറിയില്ല. അടിപൊളിയാ. ചെങ്ങനെ കിടന്ന ആടണെന്തേ? അടിച്ചു മേസുണ്ടാവുന്നോ? എക്സ്പീരിയൻസോ? എന്താ ചേനെടുത്ത അങ്ങോട്ട് നിക്കേ, അങ്ങോട്ട് നിക്കേ. ഞങ്ങൾ ഹൈലൈറ്റ് മോളിലേക്ക് പോരെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിയോന്ന് ഡ്രസ്സ് നോക്കണമെന്ന്. പക്ഷെ സുതി ഓൾറെഡി ക്ലോസ് ആണ്. ആണോ? എടുത്താലേ ഒരു ചോക്ലേറ്റ് വാങ്ങി വെച്ചിനി വാ തിരിച്ചു പോവാന്ന്. ഓള് ഇത് വാങ്ങാൻ വന്ന പോലെ ഉണ്ട്. വാ പോവാന്ന്. അതെ, ഇവിടത്തെ സോങ് അല്ലേ, കോപ്പിറൈറ്റ് കിട്ടാൻ വിചാരിച്ചിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്തടത്ത് പോയിട്ട് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. ഓ അങ്ങനെ നീ അൺബോക്സ് ചെയ്യട്ടെ? ആ ചെയ്തോ. ഭയങ്കര അൺബോക്സിംഗ് ആണ്, വലിയ മിഠായിട്ടോ. ഓ അൺബോക്സിങ് ഇപ്പൊ കൈ ഇരഞ്ഞിപ്പോ.
അങ്ങനെ അൺബോക്സിങ് വിത്ത് പല്ല്. ചൂരാൻ പറഞ്ഞ പോലെ ഊരാൻ പറ്റില്ല. അച്ഛനെ കൊറേ കാലമായിട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞോ. അതെ, ട്രൈ ചെയ്യണമെന്നുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ വലുതൊന്നും വേണ്ടത് ഞാൻ പറഞ്ഞു. കഴിച്ചോട്ടെ. ഉദ്ദേശിച്ച സാധനല്ലേ, വലിയ ടേസ്റ്റ് ഇല്ല. ഈ എക്സ്പെക്ട് ചെയ്ത ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ഡയറി മിൽക്കും കുനാപ്പന്റെ സാധനം ബിസ്ക്കറ്റും കൂടി ചേർന്നൊരു ടേസ്റ്റ്. ക്രോസ് കഴിച്ചോ? കഴിച്ചോ? എന്റെ തീരെ ഇഷ്ടമായില്ല തോന്നുന്നു. ഇഷ്ടായി. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടില്ലോ. ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും തിന്നും. ഒരുപാട് നല്ല ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ നല്ല ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. ലൂയി ഫിലിപ്പ് ആയാലും അമേരിക്കൻ ഈഗിള് എല്ലാം ഉണ്ട്. US ഒക്കെ ഉണ്ട്. ഇത്രയും നല്ല ബ്രാൻഡുകൾക്കിടയിൽ ഒരു ചീഞ്ഞ സാധനമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിപ്പോ. ഇവിടെ ഹാപ്പി ഓണം ഉണ്ടല്ലേ? ഈ ഒരു സെക്ഷനിലോട്ട് പോയിട്ടോ ഞാനപ്പോൾ കുറച്ച് സാൻഡിൽസ് ഒക്കെ നോക്കാലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അഫോർഡബിൾ റേറ്റ് ഒന്നല്ല, നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അതൊക്കെ അവിടെ വെച്ച് ജസ്റ്റ് അങ്ങനെ കണ്ട് ഇങ്ങോട്ട് പോന്നു. സാൻഡിൽസ് മാത്രമല്ല, ടോപ്സ് ഉണ്ട്, പിന്നെ സാരി, പിന്നെ നമ്മൾ കയ്യിലിടുന്ന വള, മാല, അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കമ്മലുകൾ, ഇങ്ങനത്തെ ഒരു ബാൻഡിൽസ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വെച്ച് നോക്കിയാണ്. അതിനും നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓൺലൈനിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും പിന്നെ നോക്കിയിട്ടൊന്നുമില്ല. അടുത്തതായിട്ട് അച്ചിനാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാട്ടോ പോണേ, ഫുഡ് കോർട്ട്. ഇവിടെ നിന്ന് നോക്കാം എവിടേക്കാണ് പോകേണ്ടത്. ഇതാണ് നമ്മളെ ലോകം. കായ് ഇപ്പൊ ഒന്നും കണ്ടത് നമ്മളെ ലോകമല്ല. എന്തൊക്കെയാണ് എല്ലാം ഉണ്ട്. സ്റ്റീം ഫ്രൈഡ്, പെരി പെരി, ഷെസ്വാൻ, ചില്ലി, ക്രീമി, ക്രിസ്പി, ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഐസ്ക്രീം ആണോ? ഐസ്ക്രീം ആണോ? ടിക്ക മസാല സംഭവം കിട്ടി ഗായ്സ്. ആഗ്രഹിച്ചതല്ലേ ഇപ്പൊ വന്നിരിക്കണേ. എന്തായാലും കിട്ടിയത് കഴിക്കാം. ഇത് ഇതോ കഴിച്ചേക്ക. വിങ്സ് ഇടുക. ഓക്കെ, ഡിപ്പ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് ഉണ്ടോ? ശരിക്കും ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്നാ കഴിക്കാം.
വേണ്ടേ ടേസ്റ്റ് ഉണ്ടോ? ഏതാണ് സ്ട്രിപ്പ് ഇതാ ബ്രോസ്റ്റിന്റെ പീസാണോ? സിംഗർ അല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? കോക്കനറ്റ് അപ്പർ KG ആണ്. സവോളക്കോ ഇതൊന്നും എത്ര വില? പെർ KG അല്ല, അപ്രോക്സിമേറ്റ് 2 kg ഉണ്ട്. 39. അവിടെ നല്ല റേറ്റ് ആണോ? ഇതൊക്കെ നല്ല റേറ്റാ. ചെറുള്ളിക്ക് വില കുറവുണ്ട്. അത് 250 ഗ്രാം കാക്കിലോ ആണ്. അതെ റേറ്റ് കൊടുത്തല്ലോ. ബഡ്ജറ്റൊക്കെ അനുസരിച്ച് ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കാര്യമായിട്ടുള്ള പർച്ചേസിനൊന്നും നിന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് പോകണം. കാരണം ഇപ്പം തന്നെ ടൈം ഒരു 12-12:30 ആയി. അപ്പം നൈറ്റ് ഒരു ചെറിയൊരു ഔട്ടിങ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ പോവാത്ത സ്ഥലത്തൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഹൈലൈറ്റ് മാൾ പോകണമെന്നുള്ള ചാൻസൊക്കെ കുറേ കിട്ടിയിരുന്നെങ്കിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.